നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുന്ന നിഗാഹി മൈൻസ് ആണ്. നിഗാഹി മൈൻസിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ പുറകിൽ കാണുന്നതാണ് നിഗാഹി മൈൻസ്. അപ്പം നമ്മൾ മേളിൽ ഒരു ലൊക്കേഷൻ ഉണ്ട്, അവിടെ നിന്നാണ് കാണുന്നത്. അല്ലാതെ ആ മൈൻസിനകത്തൊന്നും പോകാനുള്ള അനുവാദമൊന്നും ഇല്ല. അപ്പം നമ്മൾ മേളിലൊരു സ്പോട്ടുണ്ട്, അവിടെ നിന്നാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. കാണുന്ന ക്രഷറാണ്, പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് കൊണ്ട് കരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നും പൊടിച്ച് ഒരു സൈസുണ്ട്, സൈസറിൽ നിന്ന് പൊടിച്ചത് കൺവെയർ ബെൽറ്റ് വഴി നേരെ സൈലോയിലേക്ക് എത്തും. ഇതാണ് നമ്മൾ ഒരു മൈനിനകത്തെ കംപ്ലീറ്റ് കാഴ്ചകളാണ് കാണുന്നത്. ഇതിപ്പോൾ ഒരു ഡംബറിനകത്ത് കരിയായിട്ട് വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 120 ടണ്ണാണ് ആ ഡംബറിൻ്റെ കപ്പാസിറ്റി. നമുക്കിവിടെ നോക്കിയിട്ട് വളരെ ചെറുതായിട്ട് കാണുന്നുണ്ടെങ്കിലും ഭയങ്കര ഒരാളുടെ വലിപ്പമുണ്ട് അതിൻ്റെ ടയറിന്. പക്ഷെ നമുക്കിവിടെ നോക്കിയിട്ട് മനസ്സിലാകും ഒരാളിൽ കൂടുതൽ വലിപ്പമുണ്ട്. ഭയങ്കര വലിപ്പമുള്ള ടയറാണ്. കോൾ മൈൻസ് കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇതാണ് കോൾ മൈൻസ്. ഇത് ഓപ്പൺ കോൾ മൈൻസ് ആണ്, ഓപ്പൺ കാസ്റ്റ് കോൾ മൈൻസ്. അപ്പം നമുക്കിവിടെ നല്ല എല്ലാവിധ മെഷീനറികളും ഒറ്റ വ്യൂ കാണാൻ പറ്റും. മേളിൽ കാണുന്നത് ഞാനതൊന്ന് ഇത് കാണിക്കാം. ഡ്രാഗ് ലൈനർ എന്ന് പറയുന്ന മെഷീനാണിത്. മേളിലെ മണ്ണ് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ ഒരു ബക്കറ്റിൽ തന്നെ 10 കണക്കിന് മണ്ണ് കൊള്ളും. പിന്നെ പൊക്കോണ്ടിരിക്കുന്ന ഡംബർ 120 ടണ്ണ് കയറുന്ന ഡംബറാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതിലാണ് കരി കൊണ്ടുപോയി കൺവെയർ ബെൽറ്റിലേക്ക് ഇടുന്നത്. ക്രഷറിൽ കൊണ്ടിടും. അവിടെ നിന്നും വീണ്ടും അത് കൺവെയർ വഴി സൈലോ എന്ന് പറയുന്ന സ്റ്റോറേജിലേക്ക് പോകും. ആ സൈലോ എന്ന സ്റ്റോറേജിൽ നിന്ന് വീണ്ടും ട്രെയിൻ മാർഗം NTPCയിലോട്ടും ബാക്കി പല സ്ഥലങ്ങളിലേക്കും ഈ സാധനങ്ങൾ അവിടെ എത്തിച്ചേരും. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ പണി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡയറക്റ്റ് ഇവിടെ തന്നെ കരി ഇവിടെ ലോഡ് ചെയ്യാൻ പറ്റും. കരിയുണ്ട്, പക്ഷെ അവരത് എടുക്കാതെ പോകുന്നു. 1 ലെയറേ പോകുന്നു, 2 ലെയർ 3 ലെയർ എടുക്കുന്നു.